എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വാൽമീകി രാമായണത്തിൻ്റെ 24-ാം സർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 23-ാം സർഗത്തിൽ നമ്മൾ കാമാശ്രമത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരണമെല്ലാം പഠിച്ചു. ഇനി ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് പ്രധാനപ്പെട്ട രാമായണത്തിലെ പ്രധാനപ്പെട്ട ഒരു വിവരണം കൂടിയാണ്. നമുക്കറിയാം, കാമാശ്രമത്തിൽ ഒരു ദിനം അവിടെ താമസിച്ചതിന് ശേഷം വിശ്വാമിത്ര മുനി രാമനെയും ലക്ഷ്മണനെയും കൂട്ടി അവരുടെ കാനനയാത്ര പുനരാരംഭിക്കുന്നു. അതിരാവിലെ അവർ സരയൂ നദിക്കരയിൽ വീണ്ടും എത്തി. അവിടുത്തെ മുനി കുമാരന്മാർ ഒരു വള്ളത്തിൽ ഈ മൂവരെയും കയറ്റി അവരെ യാത്ര അയക്കുന്നു. അങ്ങനെ അവർ സരയൂ നദിയിലൂടെ യാത്ര ചെയ്യവേ കുറച്ച് അങ്ങ് എത്തിയപ്പോൾ അതിഘോരമായിരിക്കുന്ന തിരമാലകളുടെ ശബ്ദബീജികളെ കേൾക്കുന്നു. ആര്? രാമൻ. ഈ രാമൻ എന്ന വ്യക്തിത്വത്തിന് പ്രത്യേകത ഉണ്ട്. ഇപ്പോഴത്തെ ശിഷ്യന്മാരുടെ മാതിരിയല്ല. എന്താണ്? അന്വേഷണ തൃഷ്ണയുള്ളവനാണ്. വൈ വാട്ട് എന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, വിശ്വത്തിൻ്റെ ഗുരുവായ വിശ്വാമിത്ര മുനിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഉടനെ ചോദിച്ചു വിശ്വാമിത്ര മുനിയോട്, മുനി, ഈ അതിഘോരമായിരിക്കുന്ന ഈ ഓളങ്ങളുടെ സൗണ്ടുകൾ, ചെവി തുളച്ചു കീറുന്ന ഈ ശബ്ദവീചികൾ എവിടുന്നാണ് പുറപ്പെടുവിക്കുന്നത്, അല്ലെങ്കിൽ എവിടുന്നാണ് ഈ നദിയിലൂടെ കേൾക്കാൻ പറ്റുന്നത്? ഉടനെ തന്നെ വിശ്വാമിത്ര മുനി വിവരണം ആരംഭിക്കുന്നു. പറയാം രാമ കേൾക്കൂ. ഈ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ സരയൂ നദിയുണ്ടല്ലോ, അത് ആവിർഭവിച്ചത് എവിടുന്നാണെന്നറിയോ? അതായത് ബ്രഹ്മാവ് പണ്ടൊരിക്കൽ തൻ്റെ മനസ്സുകൊണ്ട് ഒരു സരോവരം സൃഷ്ടിച്ചു. അത് കൈലാസ പർവ്വതത്തിൽ മാനസ സരോവരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സരോവരമുണ്ട്, ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ നിന്നാണ് ഈ സരയൂ നദി ആരംഭിക്കുന്നത്. അത് കുത്തിയൊഴുക്കിലൂടെ ഉള്ളൊരു നദീപ്രവാഹമാണ്. ഇതാണ് ഈ രാമായണത്തിലൊക്കെ ഒരുപാട് പ്രകൃതി രമണീയമായ വിവരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എ ക്ലിയർ കട്ട് ഡിസ്കഷൻ അബൌട്ട് അവർ നേച്ചർ, പ്രകൃതിയെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ കുലം കുത്തി ഒഴുകുന്ന ഈ സരയൂ നദി അങ്ങനെ ഒഴുകി വരുമ്പോൾ അതിൻ്റെ ജലപ്രവാഹത്തിൻ്റെ വേഗതയാൽ ഓളങ്ങൾ കൂട്ടിയടിക്കുന്ന ശബ്ദമാണ് രാമ നീ കേൾക്കുന്നത്. ഇത് അവിടുന്ന് ഒഴുകി വന്ന് നമ്മുടെ അയോധ്യ നഗരത്തെ ചുറ്റി ഗംഗയിൽ ചേരുന്നു എന്ന് വിവരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ ശബ്ദബീജിയുടെ കാരണം രാമകുമാരൻ അറിയുന്നു. തുടർന്ന് വീണ്ടും അവർ യാത്ര ചെയ്യവേ, ആ സരയൂ നദിയിലൂടെ വീണ്ടും അവർ യാത്ര ചെയ്യവേ അവർ അതിനിമിടമായിരിക്കുന്ന ഘോരമായിരിക്കുന്ന ഒരു വനപ്രദേശത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അപ്പോൾ ഈ ഇക്ഷ്വാകു വംശ രാജകുമാരന് വീണ്ടും സംശയങ്ങൾ ഉയരുന്നു. ഈ സർഗത്തിൽ 2 സംശയമാണ് രാമൻ ചോദിക്കുന്നത്. ഒന്ന്, ഈ നദീപ്രവാഹത്തിലെ ഓളങ്ങളുടെ ശബ്ദബീജിയുടെ കാരണം എന്താണ്? അതിന് വിശ്വാമിത്ര മുനി വ്യക്തമായ വിവരണം നൽകി. വീണ്ടും പറയുന്നു, ഈ സരയൂ നദിയുടെ തീരത്ത് കാണുന്ന ആ ഘോരമായിരിക്കുന്ന വനപ്രദേശമുണ്ടല്ലോ, അത് വളരെ ഭീകരമായിരിക്കുന്ന അഥവാ ബീഭത്സത്തെ പേടി സൃഷ്ടിക്കുന്ന ഒരു കാനന പ്രദേശമാണ്. അതിൽ ധാരാളം വനമൃഗങ്ങൾ അഥവാ സിംഹങ്ങൾ, പുലികൾ, ക്ഷുദ്രജീവികൾ, ചീവീടുകൾ, മണ്ണട്ടകൾ, ഇതൊക്കെ വാൽമീകി രാമായണത്തിൽ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ബൃഹത്തായിട്ടൊരു വിവരണത്തിൽ നമ്മൾ പോകുന്നില്ല. അതൊക്കെ നമ്മൾ ഇത്തരം കഥകളൊക്കെ നമ്മുടെ വരും കുട്ടികളെയൊക്കെ നമ്മൾ പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്യണം. കാരണം ഇന്ന് വായന അസ്തമിച്ചിരിക്കുകയാണ്. വായനാ ദിനം എന്നൊരു ദിനമുണ്ട്. ബാക്കി ആ ഒരു ദിവസം കഴിച്ച് ബാക്കി ഒരു ദിവസം വായിക്കണ്ട എന്നായിരിക്കും നമ്മുടെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉദ്ദേശിക്കുന്നത്. ഏതായാലും അങ്ങനെ വായിക്കും. നമ്മൾ ഭയങ്കര ബിസി അല്ലേ, തിരക്കല്ലേ. വി ഹാവ് നോ ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ. പണ്ട് വില്യം ബേർഡ്സ്വർത്ത് പറഞ്ഞ മാതിരി നമുക്ക് നിൽക്കാനോ നോക്കാനോ സമയമില്ല. നമ്മൾ ഭയങ്കര ബിസി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇത്തരം കഥാവിവരണങ്ങൾ കുറച്ച് നേരം കേട്ടാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും കുറേശ്ശെ കേൾക്കുന്ന വഴി ഈ സമ്പൂർണ്ണ വാൽമീകി രാമായണത്തിൻ്റെ ഒരു വിവരണം നൽകണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു.
കേൾക്കേണ്ടവർക്ക് കേൾക്കാം എന്നല്ലേ. ഏതായാലും കേട്ടതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പല പല മൃഗങ്ങൾ സ്വൈരവിഹാരം ചെയ്യുന്ന വളരെ ഭീകരമാവണ്ണമുള്ള ഈ സ്ഥലത്തിൻ്റെ കഥ, ആ കാട്ടിൽ ഒരുപാട് ടൈപ്പ് മരുത്, കരിങ്കാലി, അതുപോലെ കൂവളം, പനച്ചി മുതലായ വൃക്ഷങ്ങൾ നിമിടമായി വളരുന്ന പ്രദേശമാണ്. ആ കാനന ഭംഗി കണ്ടിട്ടായിരിക്കാം രാമപുത്രൻ വീണ്ടും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പം മഹാതേജസ്വിയായിരിക്കുന്ന വിശ്വാമിത്ര മുനി മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? ഉണ്ണി കുമാര കാകുൽസ്ഥ, ഇതിൻ്റെ കഥ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഈ ദാരുണമായിരിക്കുന്ന ഈ വനം ഏതാണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും ഞാൻ വളരെ വ്യക്തമായിട്ട് നിനക്ക് പറഞ്ഞു തരാം. ഒരു കാലഘട്ടത്തിൽ ഈ ഇന്ന് കാണുന്ന സൂര്യരശ്മി പോലും പ്രവേശിക്കാത്ത ഈ വനപ്രദേശം ഒരു ധനധാന്യ സമൃദ്ധവും ദേവനിർമ്മിതവുമായ ഒരു ദേശമായിരുന്നു പണ്ട് ഇത്. അന്ന് അതിനെ അറിയപ്പെട്ടിരുന്നത് മലതങ്ങളെന്നും അതുപോലെ കരൂഷങ്ങൾ എന്നും അറിയപ്പെടുന്ന രണ്ട് പ്രദേശമായിരുന്നു. മലതം, അതുപോലെ കരൂഷം. അതിന് ഈ പേര് കിട്ടാൻ ഒരു കഥ വേറെയുണ്ട്, അത് ഞാൻ പറയാം എന്ന് പറഞ്ഞൊരു ഉപകഥയിലേക്ക് വീണ്ടും രാമനെ കൊണ്ടുപോകുന്നു. അതെന്താണ്? ഈ പ്രദേശത്തിന് ഇങ്ങനെ പേര് കിട്ടാൻ, മലതങ്ങൾ കരൂഷങ്ങൾ എന്ന് പേര് കിട്ടാൻ വേറെ കാരണമുണ്ട്. പണ്ട് ഇന്ദ്രൻ വൃത്രാസുരൻ എന്ന് പറഞ്ഞ ഒരു അസുരനെ നിഗ്രഹിക്കുകയുണ്ടായി. അത് ആ കഥയിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. ആ വൃത്രാസുര വധത്തിന് ശേഷം ദേവേന്ദ്രന് ബ്രഹ്മഹത്യാ പാപം ഏറ്റുവാങ്ങേണ്ടി വന്നു. തുടർന്ന് ദേവേന്ദ്രൻ്റെ ശരീരമാകെ അശുചികൾ വ്യാപിക്കുകയും അതുപോലെ അഴുക്കുകൾ അടിഞ്ഞുകൂടുകയും ഉണ്ടായി. അദ്ദേഹമാകെ ക്ഷയിച്ചു. ദേവന്മാർക്കൊക്കെ ആകെ പേടിയായി. ഈ ദേവേന്ദ്രനിൽ വന്ന് അടിഞ്ഞുകൂടിയ ഈ ചണ്ഡി മാലിന്യങ്ങളെ, അശുദ്ധിയെ എങ്ങനെ നീക്കം ചെയ്യണ്ടു എന്ന് ചിന്തിച്ച് അവര് ദേവേന്ദ്രനെ കൊണ്ടുപോയി ഈ സരയൂ നദിയുടെ തീരത്ത് വെച്ച് അസലായിട്ട് നമ്മളെ ഇന്നത്തെ ഏത് സോപ്പാ, ആ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ചകിരിയൊക്കെ ഇട്ട് ഒരച്ച് കുളിപ്പിച്ചു എന്നാ പറയുന്നത്. അങ്ങനെ ദേവേന്ദ്രന്റെ പാപം നീക്കിയ ഈ സ്ഥലത്തെയാണ് രാമ പിന്നീട് മലതങ്ങൾ നീക്കം ചെയ്ത ഈ സ്ഥലത്തെ കരൂഷങ്ങൾ എന്ന് പറയുന്ന ഈ രണ്ട് പ്രദേശം ഇത്. ഇപ്പൊ ദേവേന്ദ്രൻ തൻ്റെ അശുചിയെ നീക്കം ചെയ്തെന്ന ഈ പ്രദേശത്തെ വരദാനമായിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ രണ്ട് പേരുകൾ ചെയ്യുന്നു എന്നും, പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഇത് വളരെയധികം കൃഷിക്ക് ഉപയുക്തമായ ധനധാന്യങ്ങൾക്ക് ഏറ്റവും പറ്റിയ സ്ഥലമായി വരുമെന്നും, ഇവിടെ നല്ലൊരു നദീതട സംസ്കാരമായി ആവിർഭവിക്കട്ടെ എന്നും ദേവേന്ദ്രന്റെ അനുഗ്രഹം കിട്ടിയ സ്ഥലമാണിത് ആയിരുന്നു പണ്ട്. പക്ഷേ അപ്പോൾ വീണ്ടും സംശയം വരുന്നു. ഇന്ന് അവിടെ നോക്കിയാൽ ആ അന്തരീക്ഷമല്ലല്ലോ മുനിശ്രേഷ്ഠ. എന്തുകൊണ്ടാണ് ഇപ്പോൾ കണ്ടാൽ ഭീകരമായിരിക്കുന്ന ഒരു വനമായി ഇത് മാറിയത്? അപ്പോൾ വീണ്ടും വിശ്വാമിത്രമുനി തൻ്റെ കഥയുടെ തുടർഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെ ഏറ്റവും പ്രകൃതിരമണീയമായ ഈ സ്ഥലം പിന്നീട് നിങ്ങൾക്കറിയാം താടക എന്ന് പറയുന്ന ഒരു രാക്ഷസി അനജാരിക്ക് കീഴടക്കി. അവള് വന്നിട്ട് ഈ സ്ഥലത്ത് സ്ഥിരതാമസം ഉറപ്പിച്ചു. അങ്ങനെയാണല്ലോ താടകന്മാര് കയറിയിരിക്കും പവിത്രവും പാവനുമായ സ്ഥലം കണ്ടാൽ. പിന്നെ താടകന്മാരുടെ ഭരണമായിരിക്കും. ശ്രദ്ധിക്കുക. അപ്പൊ ഏറ്റവും സർവശ്രേഷ്ഠമായ ഈ സ്ഥലത്തെ, അപ്പോൾ ഈ താടക മാരുജൻ സുബാഹു എന്ന എൻ്റെ യാഗം മുടക്കുന്ന രാക്ഷസന്മാരിലെ മാരുജന്റെ അമ്മയാണ്. മാത്രമല്ല ഏതാണ്ട് 1.5 യോജന വഴിക്ക് അപ്പുറത്ത് വെച്ച് തന്നെ അതുവഴി കടന്നു പോകുന്നവരുടെ യാത്ര ഇവൾ മുടക്കും. ഇതുവഴി ആർക്കും പ്രവേശനമില്ല. ഇത് എൻ്റെ അധികാര സ്ഥലമാണ്. ഇവിടെ നിങ്ങൾക്ക് ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല. മാത്രമല്ല ഒരുപാട് താപസ ശ്രേഷ്ഠന്മാർ തപസ് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഇത്. അവരെ കാട്ടിയൊടിച്ച് ഈ രാക്ഷസി ആ പ്രദേശം കീഴടക്കിയിരിക്കുകയാണ്. അതാണ് പവിത്രവും സമ്പൽ സമൃദ്ധിയുമുള്ള പ്രദേശങ്ങൾ, സ്ഥലങ്ങൾ
ഒക്കെ കണ്ടാൽ അവിടെ താടകന്മാർ വന്ന് കയറി നിരങ്ങും, അനുവദിച്ചുകൂടാ. അതാണ് രാമായണം വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് രാഘവ, നിന്നെ ഞാൻ ഈ ദൗത്യം കൂടി ഏൽപ്പിച്ചു തരികയാണ്. നീ ആദ്യമായൊരു സ്ത്രീ ഹത്യ നടത്തേണ്ടതുണ്ട്. അത് വേറെ ആരെയുമല്ല, ഈ താടകയാണ്. അപ്പൊ താടക വധമാണ്, ഒരു സ്ത്രീവധമാണ് വിഷ്ണുവിൻ്റെ അവതാരമായി എടുത്തിരിക്കുന്ന മിക്കവാറും അവതാര പുരുഷന്മാരൊക്കെ സ്ത്രീകളെ തന്നെയാണ് വധിച്ചിട്ടുള്ളത് ആദ്യം, അല്ലേ? അപ്പോൾ ശ്രീകൃഷ്ണ അവതാരത്തിലും പൂതനയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെയാണ്. ഇത് അവതാരം എടുക്കാൻ തന്നെ ഒരു സ്ത്രീവധമാണ് കാരണം, അത് വേറെയാണ്, നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. മഹാവിഷ്ണുവിന് 10 അവതാരം എടുക്കേണ്ടി വന്നത് ഒരു സ്ത്രീയെ മഹാവിഷ്ണു അല്ലെങ്കിൽ നേരത്തെ വധിച്ചത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നീ താടകാവധം നടത്തി ഈ പ്രദേശത്തെ പവിത്രവും പാവനവുമാക്കി വീണ്ടും പുനഃസ്ഥാപിക്കേണ്ട ഒരു കർത്തവ്യം കൂടി നമ്മുടെ യാത്രയിലുണ്ട് എന്ന് പറഞ്ഞു നിർത്തുന്നതോടുകൂടി ഈ സർഗം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമുക്ക് അടുത്ത 25-ാം സർഗത്തിൽ താടകയുടെ ഉൽപ്പത്തി മുതലായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. മാത്രമല്ല, തിരക്ക് പിടിച്ചിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം കഥകളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ സമയമില്ലാത്ത ഈ കാലഘട്ടത്തിൽ എല്ലാവരും ബിസിയാണല്ലോ, തിരക്കല്ലേ, മീൻസ് ഐ നോട്ട് ടൈം ടു റീഡ്. അപ്പം അത്തരംകാർക്ക് ഈ വിവരണങ്ങൾ വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ കഴിയുന്നത്ര ഈ കഥകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ വേദിക് കൾച്ചറുകളെ പരിപുഷ്ടിപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.